അസ്സലാമു അലൈക്കും. ദോഹയിൽ നിന്ന് മുനീറാണ്. അപ്പോൾ ആരും ഈ വീഡിയോ തട്ടിമാറ്റി പോകരുത്. ദയവ് ചെയ്തിട്ട് എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണം. നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, GCCയിൽ മൊത്തത്തിൽ എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഒരു ക്രൈസിസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൻ്റെ കാരണം. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ജോലി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പല വീഡിയോസുകളും നിങ്ങൾ കാണുന്ന ആൾക്കാരാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നാട്ടിലുള്ള എല്ലാവരും, ഇവിടുത്തെ പ്രവാസികളും പ്രത്യേകിച്ച്. പല കമ്പനികളിലും നമ്മൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നാട്ടിലേക്ക് ലീവിന് പോയിക്കോന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത്, ഞാനിന്ന് ദുബായിൽ വർക്ക് ചെയ്യണ, അവനെ ഞാനിന്ന് മെസ്സേജ് അയച്ചപ്പോൾ അവൻ ഖത്തറിൽ ഇവിടെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവൻ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയ ആളാണ്. വെറും 2 മാസമാണ് ഇപ്പോൾ അവൻ അവിടെ ആ കമ്പനിയിൽ ജോലി എടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവൻ്റെ 13 ആളാണ് അവൻ്റെ കമ്പനിയിലുള്ളത്. ആ 13 ആൾക്കാരോടും 12 ആൾക്കാരോടും നാട്ടിൽ പോയിക്കോ, ഞങ്ങളെ അറിയിക്കുക, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ പറയാണ്, ഒരുപാട് പ്രശ്നങ്ങളും ലോണും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ പല കമ്പനിയിലും നമ്മൾ ഈ ഒരു മാസം കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷന്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന ആ എമൗണ്ട്, അതൊരു 100 റിയാൽ ചിലവാക്കേണ്ട കൊടുത്ത്, അല്ലെങ്കിൽ നാട്ടിലൊരു 500 റിയാൽ ചിലവാക്കേണ്ട കൊടുത്ത് 100 റിയാലാക്കിയിട്ട് ചുരുക്കിയിട്ട് നിങ്ങൾ ഈ യുദ്ധം കഴിയണ വരെയെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഇവിടുത്തെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിൽ അൽഹംദുലില്ലാ, പിന്നെ ഇവിടുന്ന് ലോൺ എടുത്ത ആൾക്കാർ, ഗവൺമെൻറ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബാങ്കിൽ നിന്ന്, മറ്റുള്ള ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ സെൻട്രൽ ബാങ്ക് പറഞ്ഞിട്ടുള്ളത്, ഈ ലോൺ എടുത്ത ആൾക്കാർക്കൊക്കെ ഒരു 3 മാസം ടൈം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ. അത് നമ്മുടെ നാട്ടിലടക്കം ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും ചിലവ് ശ്രദ്ധിച്ചിട്ട് ചുരുക്കി ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് നേരിടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ വലിയൊരു മോട്ടിവേറ്ററായിട്ടുള്ള ഒരു ആളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്, എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അപ്പം ഇന്ന് കാലത്ത് തന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവൻ്റെ അടുത്ത്, ഞാൻ നാട്ടിൽ പോവാണ്, എൻ്റെ ജോലി പിന്നെ പോയ ലക്ഷണമാണ് എന്ന് വെച്ചാൽ നാട്ടിൽ പോയിക്കോളി, ഞങ്ങളിത് സെറ്റായിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്നാ സെറ്റാവുക എന്നുള്ളത് ഇപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെയധികം നമുക്ക് എന്താ പറയുക, ക്രൈസിസ് നേരിടേണ്ടി വരും. യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ ഒരു എക്സ്ക്യൂസും ഈ കാര്യത്തിലുണ്ടാവില്ല. ഇപ്പോൾ തന്നെ നിലവിൽ വലിയ വലിയ കമ്പനികളൊക്കെ നിലനിന്ന് പോകണമെന്ന് വെച്ചാൽ അവരെ നിലവിലുള്ള ഒരു സാമ്പത്തികം, അതായത് ആ ഫണ്ട് ഉള്ളത് കൊണ്ട്. ചെറിയ ചെറിയ കമ്പനി തുടങ്ങിയ ആൾക്കാർ ലോൺ എടുത്തിട്ടും പ്രയാസപ്പെട്ടിട്ടൊക്കെ തുടങ്ങിയ കുറേ കമ്പനികളുണ്ട്, സ്റ്റാർട്ടപ്പ് കമ്പനികൾ. അവർക്കൊക്കെ വൻ അടിയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ മനസ്സിലാക്കുക, ഈ ഗൾഫില്ലെങ്കിൽ നാടില്ല. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇറക്കുന്ന പൈസ ചിലവാക്കാനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും. എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ നല്ല നല്ല അപ്ഡേഷന് ജനങ്ങളിൽ എത്തട്ടെ. അസ്സലാമു അലൈക്കും.